ഇവിടെ ഇവർ ഒരു വണ്ടി നിറയെ ഉപ്പുമായി അവരുടെ രാജ്യത്തേക്ക് വരുന്നു. നോക്കുമ്പോൾ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നതും ഉപ്പെല്ലാം ഗോൾഡായി മാറുന്നു. പക്ഷെ ഇത്രയും ഗോൾഡ് കണ്ടിട്ടും അവിടെയുള്ളവർ സന്തോഷിക്കാതെ വളരെയധികം വിഷമിക്കുന്നു. കാരണം ഈ രാജ്യത്ത് ഉപ്പ് മുഴുവൻ ഗോൾഡായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഈ നാട്ടിലെ രാജകുമാരി സോൾട്ടിന്റെ പ്രിൻസിനെ പ്രണയിക്കുന്നതായി പറയുന്നു. അത് കേട്ട രാജാവ് ഉപ്പ് വെച്ച് ജീവിതത്തിൽ എന്താണ് നേടാൻ കഴിയുന്നതെന്ന് പറഞ്ഞ് രാജ്യസഭയിൽ വെച്ച് രാജകുമാരനെ അപമാനിക്കുന്നു. ഇത് കേട്ട് പ്രകൃതിദേവനായ രാജകുമാരന്റെ അച്ഛൻ ഉപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കുന്നതിനായി ഒരു ശാപം കൊടുക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലെ ഉപ്പെല്ലാം ഗോൾഡായി മാറുമെന്ന് പറയുന്നു. ഉപ്പ് സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ ഫുള്ള് ഗോൾഡായി മാറുന്നു. അത് കണ്ട് ഈ രാജാവ് ലോകത്തിലെ ഏറ്റവും റിച്ചായ രാജ്യം തന്റേതായിരിക്കുമെന്ന് ഓർത്ത് സന്തോഷിക്കുന്നു. പക്ഷെ പോകെ പോകെ ആ നാട്ടിലെ ജനങ്ങൾ ഉപ്പില്ലാത്ത ആഹാരം കഴിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നു. അപ്പോഴും ഇതിന്റെ സീരിയസ്നെസ് അറിയാതെ ഗോൾഡ് കൊണ്ടുപോയി അയൽ രാജ്യത്ത് കൊടുത്ത് അവിടെ നിന്ന് ഉപ്പ് വാങ്ങിക്കൊണ്ടുവരാൻ പോകുന്നു. പക്ഷെ രാജ്യത്തിന് പുറത്തെത്തുമ്പോൾ ഗോൾഡ് എല്ലാം ഉപ്പായി മാറുന്നു. ഇദ്ദേഹം കാരണമാണ് ഉപ്പില്ലാതായതെന്ന് പറഞ്ഞ് രാജ്യസഭയിൽ ഉണ്ടായിരുന്നവരെല്ലാം നാട് വിട്ടു പോകുന്നു. അപ്പോഴാണ് ജീവിതത്തിൽ കാശിനേക്കാൾ ഉപ്പ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നത്. അവസാനം ഈ രാജകുമാരനെ സ്വീകരിക്കുന്നു.